ഈ ജാതി സെൻസസ് നടത്തണമെന്നൊരു ഡിമാൻഡ് പല വിഭാഗങ്ങളിൽ നിന്നും കേരളത്തിൽ ഇപ്പോൾ ശക്തമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്. നമ്മുടെ മഠത്തിന്റെ അഭിപ്രായം എന്താണ്? കേരളത്തിൽ ജാതി സെൻസസ് നടത്തണം എന്ന ഡിമാൻഡ്. ജാതി സെൻസസ് നടത്തിയാൽ കേരളത്തിലെ സാമുദായിക സ്ഥിതി മനസ്സിലാക്കുവാൻ സാധിക്കും. അതറിയരുതെന്നാണ് പല ആളുകളും മോഹിക്കുന്നത്. അതുകൊണ്ടാണ് ജാതി സെൻസസ് വേണ്ട എന്ന് അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കിയത് ആരാണ്? ആദ്യം ഇടതുപക്ഷമാണ്. സാമ്പത്തിക സംവരണം നടപ്പിലാക്കി ഇടതുപക്ഷത്തിന് ജാതി സെൻസസ് നടപ്പിലാക്കാൻ മടി എന്താണെന്നാണ് ചോദ്യം. അല്ല, അത് ജാതി സെൻസസ് നടപ്പാക്കാതിരിക്കുന്നതാണല്ലോ സാമ്പത്തിക സംവരണത്തിൻ്റെ തലമെന്ന് പറയുന്നത്. സംവരണം എടുത്തു കഴിഞ്ഞാൽ ജാതി തനിയെ ഇല്ലാതാവുന്നൊരു വാദമുണ്ട്. അതിനുള്ള അഭിപ്രായം എന്താണ്? സംവരണം ഒരു ഊന്നുവടിയല്ലേ? മുടന്തി നടക്കുന്ന ഒരുവന് ലഭിക്കുന്ന ഒരു ഊന്നുവടിയാണ് സംവരണം. ആ സംവരണം വന്നതുകൊണ്ടാണ് ഈ കുറച്ച് ക്ലാസ് 4 ജീവനക്കാരെങ്കിലും വന്നത്. ഇപ്പം സംവരണം എടുത്ത് കളയുന്നു, സാമ്പത്തിക സംവരണം മതിയെന്ന് പറയുന്നു. ഒരു 10 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങൾ എവിടെ നിൽക്കുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ കാണുന്ന ക്ലാസ് 4 ജീവനക്കാർ പോലും കാണുമെന്നുള്ള കാര്യം സംശയമാണ്. സ്വാമി ഇപ്പോൾ പറഞ്ഞതുപോലെ അതിനൊരു അട്ടിമറിക്കുന്ന ഒരവസ്ഥയിലേക്കല്ല സാമ്പത്തിക സംവരണം വരിക. നിലനിൽക്കുന്ന സംവരണത്തിന് അതിനോടൊപ്പം തന്നെയാണ് ഈ സാമ്പത്തിക 10% കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൗദ്ധികമായി സവർണ സമുദായങ്ങളോട് നിന്ന് നേരിടുവാനുള്ള ശേഷി ഈ അധസ്ഥ പിന്നോക്ക ജനവിഭാഗങ്ങൾക്ക് ഇന്നും കൈവന്നിട്ടില്ല. ഇപ്പോൾ സംവരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സമ്പത്ത് കൊടുത്ത് സഹായിക്കുന്നതല്ലല്ലോ. അധികാരം നൽകുക, അവർക്ക് ഗവൺമെൻറ് തലത്തിലുള്ള ജോലി നൽകുക. അതിനെന്ത് വേണം? പഠിപ്പ് വേണം. ഏറ്റവും പാവപ്പെട്ടവരെ സഹായിക്കണമെന്നാണല്ലോ സാമ്പത്തിക സംവരണം പറയുന്നത്. ഏറ്റവും പാവപ്പെട്ടവരായ 100 ബ്രാഹ്മണൻ, നായർ, ഈഴവൻ, പുലയൻ, ക്രിസ്ത്യാനി, മുസ്ലിം സ്കൂളിൽ പോയി 10ാം ക്ലാസ് പാസ്സായി, ഡിഗ്രി എടുത്തു, ബിരുദധാരികളാകുന്നു. ഇതിൽ സവർണർ ആ 100 പേരിൽ ഒരു 10, 60, 70, 75 കാണും. ബിരുദധാരികളാകുന്ന ഈഴവരുടെ എണ്ണം വളരെ കുറവായിരിക്കും. SC/ST അതിനേക്കാട്ടും താഴെയായിരിക്കും. അപ്പോൾ എല്ലാവരും പാവപ്പെട്ടവരാണ്. സംവരണം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണ് പോകുന്നത്? സവർണ സമുദായങ്ങൾക്കാണ്. അതെ. അതുകൊണ്ട് സാമ്പത്തിക സംവരണം കൊണ്ടൊരു ഈക്വാലിറ്റി ഒരിക്കലും സിസ്റ്റമാകില്ല, സാമൂഹ്യ നീതി ഉണ്ടാകില്ല.